Welcome to the control system class. First, definition of control system. System എന്ന് ഒരു entity ആണ്. അതിനകത്ത് ഒരു input കൊടുത്താൽ അതിനനുസരിച്ച് ഒരു output produce ചെയ്യും. ഇവിടെ block diagram കാണിച്ചിരിക്കുന്ന input it is applied to a system. System produces an output. ഞാൻ definition ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ a control system is a combination of elements arranged in a planned manner wherein each element causes an effect to produce a desired output. ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ അതായിരിക്കും ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ദ മാത്തമാറ്റിക്കൽ മോഡലിംഗ്. എല്ലാ കൺട്രോൾ സിസ്റ്റവും നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻപുട്ട് ആർ ടിയും ഔട്ട്പുട്ട് സി ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ആർ ടിയും സി ടിയും. നെക്സ്റ്റ് ഇതിൻ്റെ റിലേഷൻഷിപ്പ് നമ്മളൊരു ഫംഗ്ഷൻ എഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. Ct equal to f of rt. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് Ct ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഇൻപുട്ടിന്റെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേപോലെ ഏത് സിസ്റ്റത്തിനാണെങ്കിലും മാത്തമാറ്റിക്കൽ മോഡലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. Next, the classification of systems. സിസ്റ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ പല രീതിയിലും ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അതിന്റെ ഇൻപുട്സും ഔട്ട്പുട്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു സിസ്റ്റത്തിൽ ഒരു സിംഗിൾ ഇൻപുട്ട് കൊടുത്ത് ഒരു സിംഗിൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ ആ സിസ്റ്റത്തിനെ നമ്മൾ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയും. ഒരു ഷോർട്ട് ഫോം ആയിട്ട് SISO. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റം. ഈ സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ ഇൻപുട്സ് കൊടുക്കാം, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് കിട്ടും. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലീനിയർ ഓർ നോൺ ലീനിയർ. ഇവിടെ ആദ്യം നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യണം. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻപുട്ട് R1T എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് C1T. ഇനി സെയിം സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻപുട്ട് R2T കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടുന്നത് C2T ആയിരിക്കും. നമ്മൾ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ വരുമ്പോൾ C1T ഈക്വൽ ടു എഫ് ഓഫ് R1T, C2T ഈക്വൽ ടു എഫ് ഓഫ് R2T. ഇനി ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ R1Tയും R2Tയും സം ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ കൊടുക്കുകയാണ് R1T പ്ലസ് R2T. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇൻഡിവിജ്വലായിട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ സം ആയിരിക്കണം. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് C1T പ്ലസ് C2T ആയിരിക്കണം. ഇവിടെ നമ്മൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്തു, ഇൻപുട്ട് R1T പ്ലസ് R2T ആക്കി. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് CT എന്ന് പറയുന്നത് C1T പ്ലസ് C2T ആയിരിക്കും. ഇനി ഈ കണ്ടീഷനെ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നമ്മൾ അഡിക്റ്റീവ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ഇൻപുട്സ് ആഡ് ചെയ്താൽ ഔട്ട്പുട്സും ആഡ് ചെയ്ത് കിട്ടണം. നെക്സ്റ്റ് ഹോമോജനിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സ്കെയിൽ ചെയ്താണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ടും സ്കെയിൽഡ് ഔട്ട്പുട്ട് ആയിരിക്കണം. അതാണ് ഹോമോജനിറ്റി കണ്ടീഷൻ പറയുന്നത്. ഇൻപുട്ട് സ്കെയിൽ ചെയ്ത് അപ്ലൈ ചെയ്താൽ ഔട്ട്പുട്ട് സ്കെയിൽഡ് ഔട്ട്പുട്ട് ആയിരിക്കും. ഈ അഡിക്റ്റീവ് പ്രോപ്പർട്ടിയും ഹോമോജനിറ്റിക് പ്രോപ്പർട്ടിയും രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇക്വേഷനായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ
ഇൻപുട്ട് ഞാൻ ഒരു സ്കെയിൽഡ് ആൻഡ് സംഡ് ഇൻപുട്ട് ആയിരിക്കും. ഇൻപുട്ട് RT equal to A1 into R1T plus A2 into R2T. ഇവിടെ A1ഉം A2ഉം ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. R1T ഒരു ഇൻപുട്ട്, R2T വേറെ ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അഡിക്റ്റീവ് പ്രോപ്പർട്ടിയും ഹോമോജനിറ്റി പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ഇവിടെ നമ്മൾ ഫംഗ്ഷനായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഫൈനലായിട്ട് A1 into C1T plus A2 into C2T. ഫസ്റ്റ് ഔട്ട്പുട്ടിൻ്റെ സ്കെയിൽഡും സെക്കൻഡ് ഔട്ട്പുട്ടിൻ്റെ സ്കെയിൽഡും അതിൻ്റെ സം ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഇങ്ങനെ അഡിക്റ്റീവ് പ്രോപ്പർട്ടിയും ഹോമോജനിറ്റി പ്രോപ്പർട്ടിയും രണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് വരുമ്പം നമ്മളതിനെ ലീനിയർ സിസ്റ്റം എന്ന് പറയും. ഈ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പേരാണ് സൂപ്പർപോസിഷൻ തിയറം. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഇതിൻ്റെ മീനിങ് ഇതാണ്. ഒരു സിസ്റ്റം അറ്റ് എ ടൈം ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സിസ്റ്റം തന്നെ വേറൊരു ടൈമിൽ സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഒരു സിസ്റ്റം ഒരു ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് തന്നെയാണ് വേറൊരു ടൈമിൽ ആ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട്. ഇങ്ങനെയുള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മളതിനെ ടൈം ഇൻവേരിയന്റ് എന്ന് പറയും. ഔട്ട്പുട്ട് റെസ്പോൺസ് ടൈം അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, ടൈം ഇൻവേരിയന്റ്. ഇവിടെ ഞാനത് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ RT, അത് വേറൊരു ഇൻ്റർവെൽ, ഒരു ടൈം ഇൻ്റർവെൽ T എന്ന് ക്യാപിറ്റൽ T ആണ്. ടൈം ഇൻ്റർവെൽ T കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് RT മൈനസ് T ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് CT മൈനസ് T ആയിരിക്കും. സ്മോൾ t നമ്മളെ ടൈം റെപ്രസെൻറ്റേഷൻ, ക്യാപിറ്റൽ T ഇൻ്റർവൽ റെപ്രസെൻറ്റേഷൻ. ഈ സിസ്റ്റം ടൈം വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈമിൽ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് ഔട്ട്പുട്ട് ഡിഫർ ചെയ്താൽ അത് ടൈം വേരിയന്റ് സിസ്റ്റം ആയിരിക്കും. അടുത്തത് ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റംസ്. ഒരു സിമ്പിൾ സിസ്റ്റത്തിനെ നമ്മൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ഒരു കൺട്രോളറും കൂടി ആഡ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ഒരു കൺട്രോളർ വഴി കൺട്രോൾ സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യുന്നു. അത് നമ്മൾ സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓർ ഇൻപുട്ട് കൺട്രോൾസ് ദ ഔട്ട്പുട്ട്. ഈ സിസ്റ്റത്തിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻപുട്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ സെയിം വേരിയേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓർ ഇൻപുട്ടിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാൽ ആ സെയിം ഡിസ്റ്റർബൻസ് തന്നെ ഔട്ട്പുട്ടിൽ വരും. ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ ഈ സിസ്റ്റത്തിനകത്തില്ലെങ്കിൽ ഫീഡ്ബാക്ക് പാത്തില്ല. അതേപോലെ സിമ്പിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കോസ്റ്റും കോംപ്ലക്സിറ്റിയും ലോവർ ആയിരിക്കും. ഇനി ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം കൺസിഡർ ചെയ്താൽ ഇവിടെ നമുക്കൊരു ഫീഡ്ബാക്ക് പാത്ത് വരും. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലോട്ടൊരു ഫീഡ്ബാക്ക് പാത്ത് വരും. ഈ ഫീഡ്ബാക്ക് പാത്തിൽ കൂടെ ഔട്ട്പുട്ടിന് ഒരു മെഷർമെൻറ്റ് നമ്മൾ ഇൻപുട്ടിലോട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ റെഫറൻസ് ഇൻപുട്ടായിട്ട് കമ്പയർ ചെയ്ത് ഒരു എറർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എറർ സിഗ്നൽ നമ്മൾ ഔട്ട്പുട്ടിന് കൺട്രോൾ ചെയ്യും. ഇതിൻ്റെ മീനിങ് ഇതാണ്. നമ്മുടെ റെഫറൻസ് വാല്യൂന്ന് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഒരു എറർ സിഗ്നൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. ആ എറർ സിഗ്നൽ ഔട്ട്പുട്ടിനെ കറക്റ്റ് ചെയ്യും. ഇവിടെ ആ സിസ്റ്റത്തിൽ ഫോർവേഡ് പാത്ത് എലമെൻസും ഫീഡ്ബാക്ക് പാത്ത് എലമെൻസും കാണിച്ചിരിക്കുന്നുണ്ട്. ഈ ഫീഡ്ബാക്ക് പാത്ത് എലമെൻസ് കൊണ്ടുവരുന്ന സിഗ്നൽ റെഫറൻസ് ഇൻപുട്ടായിട്ട് കമ്പയർ ചെയ്തു യൂസിങ് ദി എറർ ഡിറ്റക്ടർ. അതൊരു എറർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊരു കൺട്രോൾ എലമെൻസ്
ഇത് കൺട്രോളറിൽ വരുന്നതാണ്. കൺട്രോൾ എലമെന്റ്സ് വഴി നമ്മുടെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൺട്രോൾഡ് ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്റ്റർബൻസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഫീഡ്ബാക്ക് പാത്ത് ഉള്ളതുകൊണ്ട് ഡിസ്റ്റർബൻസ് മിനിമൈസ് ചെയ്യും. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് ഈ സിസ്റ്റം ചെയ്യും. പക്ഷേ ഇതിനകത്ത് നമ്മൾ യൂണിറ്റ്സ് കൂടുന്നുണ്ട്, അതുകൊണ്ട് കോംപ്ലക്സിറ്റിയും കൂടും, കോസ്റ്റും കൂടും. ഓക്കെ, താങ്ക് യു.